ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഒരു 3-4 ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് കുറച്ച് പെൻഡിങ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ കണ്ടിന്യൂസ് ബാക്കി അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഡോക്സിൻ്റെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് കുറച്ച് ടോക്കൺസ് ആയിരുന്നു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിട്ട് കുറേ ഓപ്ഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഞാൻ ആൾറെഡി ഇതെല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഡോക്സിൽ ഇത് വന്ന് എന്ത് ചെയ്യുക, ഈ ടോക്കൺസ് ഇതെല്ലാം ക്ലെയിം ചെയ്യുക. ഇതിലിപ്പോൾ അല്പം നമുക്ക് ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് തോന്നുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന്, നമുക്ക് വന്നിട്ട് നിങ്ങൾ ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഈ കണക്ട് ചെയ്തിരിക്കുന്ന വാലറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഇത് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുക. ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ഈ കാണുന്ന ടോക്കൺസ് 3000 കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന ആഡ് ഇതിൻ്റെ ഈ അസ്ഥിയുടെ ഈ കഷ്ണം ഈ ഡോഗ്സിനിൽ കാണുന്ന ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 2500 ഡോഗ്സിൻ്റെ ടോക്കൺ കിട്ടും. അപ്പോൾ ഈ ചിഹ്നം എവിടെ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യും? ഈ ചിഹ്നം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ട്വിറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ടെലഗ്രാമിലും അതുപോലെ തന്നെ വാട്സാപ്പിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ എന്താ പറയുക, ടെലഗ്രാമിൻ്റെ മെയിൻ പേജിലേക്ക് മടങ്ങി പോകുക. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. കോപ്പി ചെയ്തെടുത്ത് മടങ്ങി പോകാം. നമ്മുടെ ടെലഗ്രാമിൻ്റെ മെയിൻ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന എഡിറ്റ്, ഈ പേനയുടെ ചിഹ്നം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യൂസർ നെയിമിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ കോപ്പി ചെയ്തെടുത്ത് എന്ത് ചെയ്യുക, ഇത് പേസ്റ്റ് ചെയ്യുക. ഇത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മടങ്ങി നമ്മൾ പോവുക. മടങ്ങി ഡോക്സിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടേത് ഇതിൽ ടോക്കൺ ആഡ് ആകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടോണിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യാമെങ്കിൽ ഒരു 3000 ടോക്കൺ കൂടെ കിട്ടും. എല്ലാ ദിവസവും നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്യുക. ഇത് വന്നിട്ട് അടുത്ത മാസം 14-ാം തീയതിയോടുകൂടി ലിസ്റ്റിങ്ങിൻ്റെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അടുത്ത വീഡിയോയിലേക്ക് ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടത് ഇതിപ്പോൾ വന്നിട്ട് ഒരു വിക്ടർ എന്ന് പറയുന്ന ടോണിൻ്റെ സ്പോക്സ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ടോണിൻ്റെ ചിഹ്നം നമുക്ക് കാണാൻ കഴിയും. ഒരു ആൾ, അതുപോലെ തന്നെ ഇതൊരു കുഞ്ഞായിട്ടാണ് ഇത് ഡോഗിൻ്റെ ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലൂം എന്ന് പറയുന്നതുണ്ട്. ബ്ലൂം നല്ലൊരു പ്രോജക്റ്റാണ്. ഇത് ഉടനെ ലിസ്റ്റ് ആകത്തില്ല, ടൈം എടുക്കും. അപ്പോൾ ഇവരുമായിട്ടെല്ലാം ഉടനെ തന്നെ ഇതിലൊരു പ്രോഫിറ്റ് ഉടനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇത് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ടെലഗ്രാമിൽ യൂസ് ചെയ്യുന്ന തന്നെ ഹെക്സാകോർ എന്ന് പറയുന്ന ഇതിൽ 1-2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഇവിടെ ക്ലെയിം ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റാക്കിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷനാണ് ഉള്ളത്. വാലറ്റ് കണക്ട് ചെയ്യാൻ സിമ്പിൾ. ഇവിടെ കണക്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഏത് വാലറ്റാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത്, വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡെയിലി റിവാർഡ് നിങ്ങളവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെയിലി റിവാർഡ് നിങ്ങൾ കണക്ട് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ വാലറ്റിൻ്റെ കണക്റ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ആൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാക്സിമം ടോക്കൺസ് ഞാൻ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീക്കിലി ചെയ്യാൻ കഴിയും, മന്ത്ലി ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇവിടെ കാണുന്ന സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യാം. എനിക്ക് 15% ഇത് സ്റ്റാക്കിംഗ് റിവാർഡ് കിട്ടുന്നുണ്ട്. ബൈ ചാൻസ് നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്തിരിക്കുന്ന അൺസ്റ്റാക്ക് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണാൻ കഴിയും അൺസ്റ്റാക്ക് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാണിംഗ് അവർ പറയുന്നുണ്ട്. യു വിൽ ബി ക്ലോസ് ഏൺ ബോണസ് കണ്ടിന്യൂ ടു അൺസ്റ്റാക്കിങ്. നമ്മൾ എത്ര ബോണസ് ആണോ ഏൺ ചെയ്തത് അൺസ്റ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏൺ ചെയ്ത ടോക്കൺസ് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ ക്യാൻസൽ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ അൺസ്റ്റാക്ക് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. ഞാൻ 1 മാസത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു 3 ദിവസത്തേക്ക് മുമ്പേ ചെയ്തു. പക്ഷേ എനിക്ക് ആ വീഡിയോ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കണ്ടാണ് ചെയ്യാത്തത്. ഇനി 27 ദിവസമുണ്ട്. 27 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രീസെയിലൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഇത് ഏൺ ചെയ്യുക. അപ്പോൾ ഇതിൽ വന്നിട്ട് വലിയൊരു ഫോക്കസ് ചെയ്യേണ്ട, കാരണം ഇപ്പോൾ തന്നെ പ്രീസെയിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് ലിസ്റ്റിംഗ് ആകുമ്പോൾ എത്രത്തോളം വലിയൊരു റേറ്റ് വരുമെന്ന് അറിയില്ല. അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ടോക്കൺസ് നിങ്ങളുടെ ഇഷ്ടമാണ് സ്റ്റാക്ക് ചെയ്യണമോ വേണ്ടേ എന്നുള്ളത്. ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അപ്ഡേറ്റിലേക്ക് ഡോട്ട് മൈനിങ് ആപ്പിലേക്ക് പോകാം.
ഡോട്ട് കോയിനിൽ വന്നിട്ട് പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിലും വലിയൊരു സാധ്യത എനിക്ക് കാണുന്നില്ല. കാരണം ഇതിലിപ്പോൾ വന്നിട്ട് എനിക്ക് ഒരു 10-13 റെഫറലുണ്ട്. ഞാനിപ്പോൾ ലെവൽ 22-ലാണ്. എൻ്റെ കയ്യിലിപ്പോൾ 1,17,000 പോയിൻറ്റ്സേ ഉള്ളൂ. 32 ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്, ടോട്ടൽ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്ത് ഇത് വന്നിട്ട് എത്രത്തോളം ടോക്കൺ നമുക്കിവിടെ ഉണ്ട് അതിനനുസരിച്ച് 34, 64, 32 64, 64 128 അങ്ങനെ ഇരട്ടിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒത്തിരി റെഫറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ ഏർലി ജോയിൻ ചെയ്തവർക്ക് മാത്രമേ ഇതിലൊരു പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇനി ജോയിൻ ചെയ്യുന്നവർക്കൊന്നും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും നിങ്ങൾക്ക് ഉള്ളത് ക്ലെയിം ചെയ്യുക. ഇതിൽ ഏറ്റവും താഴെ എന്നിട്ട് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വാലറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു വാലറ്റ് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതാണ് വെനം എന്ന് പറയുന്ന വാലറ്റ്. റീസെൻ്റ്ലിയൊക്കെ അതിൻ്റെ ടെസ്റ്റ് നെറ്റ് എല്ലാം നടന്ന് വന്നതാണ്. അപ്പോൾ ഇത് വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 126 DTC ടോക്കൺ എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഇതുപോലെ കിട്ടണമെന്നില്ല, നിങ്ങളുടെ ലെവൽ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇതാണ് വെനം എന്ന് പറയുന്നതിൻ്റെ വാലറ്റ്. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് അതുപോലെയാണ്. അതിൽ നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒന്നുകിൽ 12 അക്കം കാണും, അല്ലെങ്കിൽ 24 അക്കം കാണും ഒക്കെ ഉള്ള സീഡ് പെയർസ്. അത് നിങ്ങൾ സേഫായിട്ട് എഴുതി സൂക്ഷിക്കുക. എഴുതി സൂക്ഷിച്ചതിന് ശേഷം ബാക്കി കണ്ടിന്യൂ ആയിട്ട് ഇതിൻ്റെ വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് 128 ടോക്കൺ എത്രയാണോ നിങ്ങളുടെ അവിടെ കാണിക്കുന്നത് അത്രയും ടോക്കൺ നിങ്ങൾക്ക് ക്ലെയിമായി കിട്ടും. ഓക്കെ, കൂടുതലായിട്ട് വലുതായിട്ടൊന്നും ഈ DTC മൈനിങ് അല്ലെങ്കിൽ ഡോട്ട് മൈനിങ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മുടെ ലെവൽ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ ഇൻക്രീസ് ആകാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഒരാളെങ്കിലും നമ്മുടെ എന്താ പറയുക ആക്റ്റീവ് റെഫറൽ വേണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം എന്ന് കരുതുന്നു. ഓക്കെ, പിന്നെ ഇതിലടുത്ത ഓപ്ഷനാണ് ഫ്രണ്ട്സിൻ്റെ ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഞാനൊരു 13 വരെ റെഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല. എനിക്കിതിൽ നിന്ന് മുമ്പോട്ട് ഇവിടെ നിങ്ങൾ നോക്കുക, പുതിയ ഓപ്ഷൻസ് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൽ കൂടെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വന്ന് എന്ത് ചെയ്യുക, ഈ കാണുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുക. എനിക്കിനി വന്നിട്ട് അടുത്ത ലെവൽ അപ്പ് ചെയ്യണമെങ്കിൽ 16 ലക്ഷം ടോക്കൺ വേണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 1,17,000 ടോക്കണേ ഉള്ളൂ. 16 ലക്ഷം ടോക്കൺ ഈ അടുത്ത സമയത്തൊന്നും അച്ചീവ് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ ആക്റ്റീവായിരിക്കുക. നമ്മൾ ഇതുവരെ ഏൺ ചെയ്ത ആ ടോക്കൺസ് എങ്കിലും അടുത്തവരുടെ ലിസ്റ്റിങ്ങിൻ്റെ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് വിഡ്രോ കിട്ടും. അപ്പോൾ ഇതിൽ വാലറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വാലറ്റ് ഇല്ല. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ റിക്കവറി പെയർസ്. ഓക്കെ, ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മെറ്റാമാസ്ക് ഹാക്ക് ചെയ്തപോലെ ആരും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഞാനിത് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. അപ്പോൾ ഈ കാണുന്ന ഇത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കിത് കാണാൻ പറ്റത്തില്ലായിരിക്കും, ഇത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരിതാണ്. ഓക്കെ, ഇത് നിങ്ങൾ കളക്ട് ചെയ്യുക. ഇത് സേഫായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് എഴുതി സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ വാലറ്റിൽ നിന്നൊന്നും റിക്കവർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ വാലറ്റ് അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മടങ്ങി നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് വരിക. വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മൊബൈലിലും ഇത് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് കഴിയുമ്പോൾ ഇതുപോലെ വരിക. ഓക്കെ, ഇവിടെ വന്നിട്ട് ഈ കാണുന്ന കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് കണക്റ്റ് ആയിരിക്കും. ഓക്കെ, വാലറ്റ് സക്സസ്ഫുള്ളി കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മടങ്ങി നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം. മെയിൻ പേജിൽ വാലറ്റ് നമ്മുടെ കണക്റ്റ് ആയിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ നമുക്ക് 128 ടോക്കൺസ് ആഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ടോക്കൺസ് ഇവിടെ ആഡായിട്ട് കാണുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ വാലറ്റ് നമ്മുടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വാലറ്റ് അഡ്രസ്സ് ഇവിടെ കാണുന്നുണ്ട്, വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. ഈ ടോക്കൺസ് നമുക്ക് മെയിൻ പേജിൽ ആഡ് ആയിട്ടില്ല ഇപ്പോൾ.
അപ്പോൾ ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നിങ്ങളിത് ചെയ്യുക. ബാക്കിയുള്ള നെക്സ്റ്റ് കുറേ അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആകും. ബാക്കി മൈൻഡ് ചെയ്യുക. ഇതിൽ വലിയൊരു പ്രതീക്ഷ വയ്ക്കേണ്ട. ഇത്രയും ടോക്കൺസൊക്കെ തന്നെ നമുക്ക് കിട്ടും. അല്ലാതെ എന്തെങ്കിലും എയർ ഡ്രോപ്പ് മറ്റ് ഗീവ് അവേ എന്തെങ്കിലും നടത്തുന്നെങ്കിൽ തന്നെ അതിൽ കൂടുതൽ നമുക്ക് ഇത് ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും മാക്സിമം നിങ്ങൾ ആക്റ്റീവായിരിക്കും. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വന്ന് മാക്സിമം ഉള്ള ഈ ബാറ്ററി ഫുള്ളായിരിക്കുന്ന ഇത് ക്ലെയിം ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയും നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ നമ്മൾ കാണുന്നത്, നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.